എന്നെ പോലെ അധികം പൈസ ചെലവാക്കാൻ ഇഷ്ടമില്ലാത്തവരൊക്കെ പിശുക്കികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി യൂസ് ചെയ്യാട്ടെ. നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന പോർട്സ് ഒക്കെ നന്നായിട്ട് തന്നെ ചുരുങ്ങാനായിട്ടും പിമ്പിൾസ് കുറയാനായിട്ടും പിന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ പിന്നെ ഡിസ്കളറേഷൻ കുറയാനായിട്ട് ഫേസ് പ്രൊഡക്റ്റിന്റെ സെയിം എഫക്ട് തന്നെ നമുക്ക് ഇതിൽ നിന്നും കിട്ടുന്നുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് ഇതല്ലേ സുഖം. ഇത് നമുക്ക് അധികം പൈസ ഒട്ടും ചെലവില്ല. നമുക്ക് വൈറ്റമിൻ സി ഫേസ് ടോണർ ഉണ്ടല്ലോ, അതിന് ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് എന്താണെന്ന് നമുക്ക് എപ്പോൾ വാങ്ങണം അതിന്റെ തൊലി ഞാൻ കളയാറില്ല കേട്ടോ. ഒന്നല്ലെങ്കിൽ ഇതേപോലെ ടോണർ ഉണ്ടാക്കും, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് പോലെയൊക്കെ ചെയ്യോട്ടെ. അതും അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയിട്ട് പീ പൗഡർ ആക്കി വെക്കും. ചിലവർക്ക് ചില തോന്നലുണ്ടാവും എന്തെങ്കിലും നീറ്റലുണ്ടാവും. എനിക്കും ആദ്യം ഇത് യൂസ് ചെയ്യണേക്കാളും മുമ്പുണ്ട്, ഞാൻ യൂസ് ചെയ്യണേക്കാളും മുമ്പ് ജസ്റ്റ് എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു, ഇത് നീറ്റലുണ്ടാവും. നമ്മൾ ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഹോം മെയ്ഡ് ഒരു ഫേസ് ടോണർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വൈറ്റമിൻ സിയുടെ ഫേസ് ടോണർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ ടോണർ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്നും ഇതെന്തൊക്കെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങളാണെന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. എന്നപ്പോൾ ഇതൊക്കെ സമയം കളയണ്ട, വീഡിയോയിലോട്ട് വിട്ടുവരാം. അപ്പോൾ ഈ ഒരു ടോണറിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന പോർട്സ് ഒക്കെ നന്നായിട്ട് തന്നെ ചുരുങ്ങാനായിട്ടും പിമ്പിൾസ് കുറയാനായിട്ടും പിന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ പിന്നെ ഡിസ്കളറേഷൻ കുറയാനായിട്ട് ഫേസ് നന്നായിട്ടൊന്ന് ലൈറ്റൻ ചെയ്യാൻ നല്ലതായിട്ട് നിറം വെക്കാനായിട്ടും ഈ ഒരു ടോണർ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടോണർ എങ്ങനെയാണ് ഉണ്ടാക്കിയത് നമുക്ക് വേഗം നോക്കാം. അതിക്ക് മുന്നേ നമുക്കിപ്പോൾ ഈ ഒരു വൈറ്റമിൻ സി ഫേസ് ടോണർ ഉണ്ടല്ലോ, അതിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് എന്താണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ. അപ്പോൾ നമുക്ക് ആദ്യം പർപ്പിളിൽ നോക്കാം കേട്ടോ. വൈറ്റമിൻ സി ഫേസ് ടോണർ ഗുഡ് വൈബ്സിന്റെ 170 സംതിങ് ആ ഒരു റേഞ്ചിൽ വന്നിട്ടുണ്ട്. പിന്നെ മാമയോർത്തിന്റെ 300 ആണ് വന്നത്, 300 സംതിങ് വന്നിട്ടുണ്ട്. പിന്നെ പിൽഗ്രിമിന്റെ എൻ്റെ അതും ഒരു 300 സംതിങ് ആണ് വന്നത്. പിന്നെ പ്ലമ്മിന്റെ 300 ആ ഒരു റേഞ്ചിലാണ് വന്നത്. അപ്പൊ എല്ലാം ഒരു 300 ആ ഒരു റേഞ്ചിലാണ് പ്രൈസ് വന്നത് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ഈ ഒരു ടോണർ ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം ഭയങ്കര സീറോ കോസ്റ്റിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. നമുക്കറിയാം ഇപ്പോൾ കണ്ടോ 300-400 ഒക്കെയാണ് ഒരു വൈറ്റമിൻ സി ഫേസ് ടോണറിന്റെ വില എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിൽ നിന്ന് ഭയങ്കര ഈസി ആയിട്ട് എന്തൊരു പൈസ ലാഭമാണല്ലേ. അത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ടോണറാണ് കേട്ടോ. നിങ്ങളിത് ഹോം മെയ്ഡ് ആണെന്ന് വിചാരിച്ച് ഒരു എഫക്റ്റ് അല്ലെങ്കിൽ റിസൾട്ട് ഒന്നുമില്ല എന്ന് വിചാരിക്കേണ്ട. നല്ല ബെസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടോണറാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്നൊന്ന് വേഗം കണ്ടിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ചിൻ്റെ തൊലിയാണ് കേട്ടോ. വാടിയതൊന്നും എടുക്കരുത്, നല്ല ഫ്രഷ് ആയിട്ടുള്ള തന്നെ എടുക്കാം കേട്ടോ. ഇനി അതൊന്ന് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. കാരണം നമുക്കറിയാം ഇതിൽ ഒത്തിരി കെമിക്കൽസൊക്കെ അടിച്ച് വന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റ്സ് വെള്ളത്തിലിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. എന്നിട്ട് ഇതേപോലത്തെ ഒരു പാനിലേക്ക് ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒന്ന് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ആ ഓറഞ്ചിൻ്റെ സത്തൊക്കെ വെള്ളത്തിലോട്ട് നന്നായിട്ട് വരണം. ആ വെള്ളത്തിൻ്റെ ഒരു കളറൊന്ന് ചേഞ്ച് ആവണം, ഒരു യെല്ലോ കളർ ആവണം, അവരൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ. ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ഗ്ലിസറിനാണ് കേട്ടോ, ഗ്ലിസറിന് ഒരു 1/2 ടീസ്പൂൺ ഗ്ലിസറിനും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം മാത്രമേ ഗ്ലിസറിന് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാം കേട്ടോ. സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ ഒരു സാധാരണ നിങ്ങളുടെ കയ്യിൽ എന്ത് ബോട്ടിലാണെന്ന് വെച്ചാൽ അതിലേക്ക് മാറ്റിയാൽ മതി കേട്ടോ. ഇപ്പം നമുക്കൊരു ഫുൾ ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്. ഇത് തന്നെ ധാരാളം ഉണ്ട്. നമുക്ക് ഒരാഴ്ചത്തേക്ക് വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയേക്കുന്നത്. കൂടുതൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയായി പോകും കേട്ടോ. അപ്പോൾ നമ്മളുടെ ഹോം മെയ്ഡ് വൈറ്റമിൻ സി ടോണർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെരി സിമ്പിൾ അല്ലേ. നമ്മൾ എപ്പോഴും വലിച്ചെറിയുന്ന ഒരു സാധനമാണ് ഈ ഒരു ഓറഞ്ച് തൊലി എന്ന് പറഞ്ഞാൽ. അതിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതേപോലെ ഒരു ടോണർ ഉണ്ടാക്കാം കേട്ടോ. ടോണർ മാത്രമല്ല, നമുക്കത് ഓറഞ്ചിന്റെ തൊലി നന്നായിട്ട് ഡ്രൈ ആയിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഓറഞ്ച് പീൽ പൗഡറും അതിൽ നിന്ന് ഉണ്ടാക്കാം. അപ്പോൾ അതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ എൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, അതല്ലെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണാം. വെരി സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് പ്യൂർ ആയിട്ടുള്ള ഓറഞ്ച് പൗഡർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാനിത് എടുത്തിരിക്കുന്നത് ഒരു ഓറഞ്ചാണ് കേട്ടോ. ഒരു ഓറഞ്ചിന്റെ തൊലിയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരാഴ്ചത്തേക്ക് ഉണ്ടാക്കി വെച്ചാൽ മതി. കാരണം ഇത് കേടായി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചാണല്ലോ യൂസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കേടായി പെട്ടെന്ന് പോകും. അപ്പം അതുകൊണ്ട് തന്നെ ഒരാഴ്ചത്തേക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഓരോ ഓറഞ്ചിന്റെ തൊലി മതിയാവും കേട്ടോ. അപ്പോൾ എന്നെ പോലെ അധികം പൈസ ചെലവാക്കാൻ ഇഷ്ടമില്ലാത്തവരൊക്കെ പിശുക്കികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി യൂസ് ചെയ്യാം കേട്ടോ. ഇത് മാത്രമല്ല കേട്ടോ, പൈസയുടെ കാര്യം മാത്രമല്ല, നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിന്റെ സെയിം ഇപ്പോൾ 300 രൂപ ഒരു പ്രൊഡക്റ്റിന്റെ സെയിം എഫക്റ്റ് തന്നെ നമുക്ക് ഇതിൽ നിന്നും കിട്ടുന്നുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് ഇതല്ലേ സുഖം. ഇത് നമുക്ക് അധികം പൈസ ഒട്ടും ചെലവില്ല. നമുക്ക് വെറുതെ കളയുന്ന ഓറഞ്ച് തൊലിയാണ്. അപ്പൊ അതുകൊണ്ട്
വെരി സിമ്പിളാണ്. നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിന് പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റ് ഒന്നും തന്നെ ഇല്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് അങ്ങനെ ആദ്യമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ഇവിടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഈ ഒരു നെക്കിന്റെ ഈ സൈഡ് ഉണ്ടല്ലോ, ഇവിടെ ഒന്ന് സ്പ്രേ ചെയ്യുക. അതല്ലെങ്കിൽ കയ്യിൽ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന കാര്യമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല. പിന്നെ ചിലവർക്ക് ചില തോന്നലുണ്ടാവും, എന്തെങ്കിലും നീറ്റലുണ്ടാവും. എനിക്കും ആദ്യം ഇത് യൂസ് ചെയ്യണേക്കാളും മുമ്പുണ്ട്, ഞാൻ യൂസ് ചെയ്യണേക്കാളും മുമ്പ് ജസ്റ്റ് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇത് നീറ്റലുണ്ടാവും. നമ്മൾ സാധാരണ നാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കുമ്പോൾ നീറ്റിലൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പുകച്ചിലുണ്ടാവുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് കയ്യിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷമാണ്. വേറെ ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ നല്ല സ്മെല്ലുമാണ്, നല്ലൊരു എന്താ പറയാ ഓറഞ്ചിന്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, അത് അടിപൊളിയാണ്. പിന്നെ ഓറഞ്ച് പീൽ പൗഡർ ഉണ്ടാക്കുന്നതിന് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കടയിൽ നിന്ന് വാങ്ങണേലും കൂടുതൽ നമുക്ക് വിശ്വസിച്ച് നമുക്ക് ഫേസിലാണെങ്കിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്കൊരു വിശ്വാസം വേണമല്ലോ. അപ്പൊ അത് നല്ലതാണല്ലോ. പിന്നെ നല്ല റിസൾട്ട് ആണ് കേട്ടോ. നമുക്ക് ഫേസ് പാക്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ സംഭവം അടിപൊളി റിസൾട്ട് ആണ്. സ്കിൻ നന്നായിട്ട് തന്നെ ലൈറ്റൻ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യാനാണ് ഈ ഓറഞ്ചിന്റെ തൊലി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ഫേഷ്യൽ ചെയ്യാനായിട്ടാണെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതേപോലെ ഓറഞ്ച് വാങ്ങിച്ചിട്ട് അത് വെറുതെ കളയരുത്. ഇതേപോലെ ഒന്ന് ടോണർ ഉണ്ടാക്കി അതല്ലെങ്കിൽ ഫേസ് പാക്ക് പോലെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അടിപൊളിയാണ് സംഭവം. ഓറഞ്ചിന്റെ ഫേസ് പാക്ക് തന്നെ നല്ല കറുത്ത പാടുകളൊക്കെ പോകാനായിട്ട്, പിന്നെ പിമ്പിൾസ് അതൊക്കെ കുറയാനായിട്ട്, പിന്നെ ഫേസ് ഒന്നും ലൈറ്റൻ ആവാനായിട്ടൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ടോണർ ആണെങ്കിലും പിന്നെ ഇതിന്റെ പാക്ക് ആണെങ്കിലും. പിന്നെ ഞാൻ ഈ ഓറഞ്ചിന്റെ തൊലി വെച്ച് സിറം ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അതും നല്ല എഫക്റ്റീവ് ആണ്. അപ്പൊ അതിന്റെ സിറം ഉണ്ടാക്കുന്നതിന്റെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ നമുക്ക് അപ്ലോഡ് ആക്കുന്നതായിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ അല്ല, നമുക്ക് സൗകര്യം പോലെ നമുക്ക് അപ്ലോഡ് ആക്കാം കേട്ടോ. ഓക്കെ, പിന്നെന്താ, അപ്പം അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാട്ടെ. സംഭവം വെരി സിമ്പിൾ അല്ലേ. നമുക്ക് ഓറഞ്ചിന്റെ തൊലി നമ്മളെപ്പോഴും തിന്നുകൊണ്ട് വേഗം അങ്ങോട്ട് വലിച്ചെറിയുന്ന സാധനമാണ്. അപ്പം അത് വെച്ച് ഇതേപോലെ നല്ലൊരു ടോണർ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി യൂസ് ചെയ്ത് നോക്കാട്ടെ. എന്നിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ എല്ലാം എന്നെ ഫീഡ്ബാക്ക് ആയിട്ടും അറിയിക്കണേ. നിങ്ങളുടെ എക്സ്പീരിയൻസും എല്ലാം എന്നെ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കണം കേട്ടോ. സോ അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്തവരാണെങ്കിൽ അതുകൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കണം കേട്ടോ. അപ്പം നെക്സ്റ്റ് നല്ലൊരു കണ്ടന്റ് ആയിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും. അതുവരേക്കും